+2 ഇയർ ബാച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലാസ്സസ് കാണേണ്ടത്, അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും, എങ്കിലും ഫുൾ സിലബസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തീർക്കാനും പറ്റും. നിങ്ങൾ ആപ്പ് കമ്പ്യൂട്ടറിൽ എടുത്താൽ ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, നിങ്ങൾ ഫോണിൽ എടുത്താൽ ഇതേ വേർഷൻ നിങ്ങൾക്ക് ഫോണിലോ ടാബിലോ ഐഫോണിലോ ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഫിസിക്സ് ആണ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫിസിക്സ് നിങ്ങൾ പഠിക്കുക. ഇനി ഈ ആഗ്രഹം പ്രകാരം അല്ല നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസം എന്തൊക്കെയാണ് ഏതൊക്കെ വീഡിയോസ് ആണ് കാണേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഏത് ലൈവ് ക്ലാസ് ആണുള്ളത്, ഏത് എക്സാംസ് ആണുള്ളത്, എല്ലാത്തിനും കൃത്യമായ ടൈം ടേബിൾ സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ തൽക്കാലം ഞാൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് ഫിസിക്സ് ആണ് ഉണ്ടെങ്കിൽ ഫിസിക്സ് എടുക്കുക. ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കിട്ടും. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്ന ടൈം ടേബിൾ പ്രകാരമാണ്, അല്ലാണ്ട് ഓരോ ദിവസം തോന്നിയിരുന്നത് അന്ന് രണ്ടാമത്തെ ചാപ്റ്റർ കൂടെ തുടങ്ങിയേക്കാമെന്ന് വിചാരിക്കരുത്. അത് അതിൻ്റെ സീക്വൻസിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടൈം ടേബിൾ അതിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ടേബിളിൽ ഇന്ന് ഏതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ. പക്ഷേ എനിവേ നിങ്ങൾക്ക് എല്ലാ ലേണിംഗ് വീഡിയോസ് ടോപ്പിക് വൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചാപ്റ്റർ ഒറ്റ വീഡിയോ ആയിട്ടോ അല്ല 2 വീഡിയോ ആയിട്ടോ ആയിരിക്കില്ല ഉണ്ടാവുക. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് എത്ര വീഡിയോസ് ആയിട്ടാണ് 1, 2, 15 16 അങ്ങനെ 22 ഷോർട്ട് വീഡിയോസിലായിട്ടായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് റിവൈസ് ചെയ്യും. നിങ്ങൾ ഫുൾ ക്ലാസ് ഇരുന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാളെ പരീക്ഷയിൽ എന്താണ് ഒരു ഡെറിവേഷൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പെറിക്കൽ ഷെൽ. അത് മാത്രമേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അന്ന് ആവശ്യമുള്ളൂ എങ്കിൽ നിങ്ങൾ അത് മാത്രം റിവൈസ് ചെയ്യുന്നത് 21 മിനിറ്റിൽ പരിപാടി തീർന്നു. അപ്പോൾ അതിനാണെങ്കിൽ ടോപ്പിക് വൈസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്ത് പഠിക്കാം. പക്ഷെ അതൊക്കെ റിവിഷൻ വരുമ്പോഴാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ള് തന്നെ പഠിക്കണം. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, സാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പഠിച്ചാൽ പോരെ ഇത് കണ്ടിട്ട് എന്തിനെല്ലാം പഠിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്നുമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിലുള്ള ഈ ഓരോ വീഡിയോസിലുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊന്നും നമ്മൾ എടുത്തില്ല. പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ 21 വീഡിയോസ് വോട്ടെവർ ആ ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാ വീഡിയോസും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾ പഠിക്കാതിരുന്നാൽ പരീക്ഷയ്ക്ക് അവസാനം നിങ്ങൾ പണി കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫുള്ള് തന്നെ കാണണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് എനിക്ക് കാണാനുള്ളത് എന്താണ്, ഇതാണെന്ന് വിചാരിച്ചു, ഒരു ഡെറിവേഷനാണ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. അതിൻ്റെ ഡെറിവേഷനാണ്, ഞാനത് എടുക്കുന്നു. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്ന എല്ലാം ഇങ്ങനെ കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത് എന്താണ് അനാവശ്യ കാര്യമാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഓക്കെ, എന്നെ പറയാനുണ്ടാവില്ല, പക്ഷേ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിക്കുക. നിങ്ങൾ കുറച്ച് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കുക. എന്താ പറയുന്നത് സ്കിപ്പ് അടിക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം സമയം കുറച്ചെന്തെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ഇടയ്ക്ക് എന്താണ് നിങ്ങൾക്ക്, ഞാനിപ്പോൾ മാത്തമാറ്റിക്സ് ഭയങ്കര ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചില കാര്യങ്ങൾ മനസ്സിലായില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കരുത്. അപ്പം തന്നെ പോസ് ചെയ്ത് ചിന്തിക്കുക. അപ്പോൾ അതിനുള്ളൊരു സൗകര്യമുണ്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ലൈവ് ക്ലാസ്സിനേക്കാളും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് റെക്കോർഡ് ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്. ലൈവ് ക്ലാസ് ഇങ്ങനെ അങ്ങോട്ട് പോയി പോകും. ഇത് നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുക എന്താണ് സംഭവം, ഇതിൽ എന്താ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് കിട്ടാത്തത്, അപ്പോൾ എഴുതിയൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. ചിലപ്പോൾ തിയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ വരാറില്ല. പക്ഷെ വരുന്നു നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാറുണ്ട്, അതിൽ പോയിട്ട് എന്ത് ചെയ്യുക 1.5x 1.7x 2x ഒക്കെ ഇട്ട് 2x ഒക്കെ ചിലപ്പോൾ ഒന്നും മനസ്സിലാവുണ്ടാവില്ല. 1.5x വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടുക. അപ്പോൾ സ്പീഡ് കൂട്ടിയാൽ കുറച്ചുകൂടി വേഗം തീർന്നു കിട്ടും അല്ലേ. 20 മിനിറ്റിൻ്റെ സാധനം നിങ്ങൾക്ക് എന്താണ് അല്ലേ 16 മിനിറ്റിലോ 15 മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും കൂടെ, ആ ഫെസിലിറ്റിയും കൂടെ ആലോചിക്കുക. സ്ലോ ആക്കേണ്ട ആവശ്യം വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഫാസ്റ്റാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം തീർക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലത്തെ ഡെറിവേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായും നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി പോകണം. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അലക്സാർ ചെയ്യട്ടെ കാണട്ടെ നോക്കിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എഴുതി പോകണം. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫെയർ നോട്ട്ബുക്ക്, പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടാവില്ല, ആ നോട്ട്ബുക്കിലേക്ക് അപ്പോൾ കോപ്പി ചെയ്ത് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഒരു റഫ് ബുക്കിൽ എഴുതാം. എന്നിട്ട് പിന്നീട് നിങ്ങൾ 5-6 ദിവസം നോട്ട് മേക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, ആ ലൈവ് കണ്ടു എന്ന് വിചാരിക്കുന്നു, ആ കണ്ടിട്ടില്ല കാണാം, അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് റഫ് നോട്ട്സ് എഴുതാം. അത് വെറുതെ അത് എന്നിട്ട് കളയാം. ഏതെങ്കിലും വല്ല ഇതിലും പഴയ ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂസ് പ്രിൻറ്റിലോ എല്ലാം എഴുതുക. എന്നിട്ട് അത് കളയുക, ആവശ്യമുള്ള കാര്യമില്ല. എന്നിട്ട് 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നോട്ട്സ് നമ്മുടെ PDF നോക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ആ PDF നോക്കി എഴുതുമ്പം
എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് 5-6 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവിഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, ക്ലാസ് കാണുമ്പോൾ എന്താണ് വെറുതെ കൈയും കെട്ടി കണ്ടുകൊണ്ടിരിക്കുക എന്നല്ല. ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എഴുതി പോകണം. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം മക്കളെ? ഫിസിക്സും മാത്സിലൊക്കെ നിങ്ങൾ ഞാൻ ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ ഇത് എത്തിക്കാൻ നോക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോഴാണ്, ചോദ്യം ചെയ്യുമ്പോഴാണ് എന്തിലേക്കാണ് എത്തിക്കേണ്ടതെന്ന് അത് നേരത്തെ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി നോക്കുക, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എഴുതാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട, അതിൻ്റെ താഴെ എന്തായിരിക്കും വരികയെന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും മിക്ക സമയത്തും. അപ്പോൾ അത് ചെയ്ത് നോക്കുക നിങ്ങളുടെ റഫ് ബുക്കിൽ. അപ്പോൾ ആക്റ്റീവ്ലി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വെറുതെ അലക്സ് സാർ പഠിപ്പിക്കുന്നു ഞാൻ കേട്ടിരിക്കാം എന്നാണെങ്കിൽ ലേണിംഗ് വളരെയധികം നടക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്, ഇതെന്തായിരിക്കും ആ ടൈപ്പിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ ലെവലിലായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അത് ഈ ഫിസിക്സിൽ മാത്രമല്ല, കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്തായിരിക്കും വരാമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ബുദ്ധിമുട്ട് കൂടും. പക്ഷെ ലേണിംഗ് കൂടും. കാരണം ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എത്ര അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലല്ല കാര്യം. കൂടുതൽ കാര്യങ്ങൾ എന്തിലാണ്, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നാണ്. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ സാധനം വർക്ക് ചെയ്യണം. എൻ്റെ സാധനം വർക്ക് ചെയ്താൽ പോരാ. അപ്പം അതിനെന്ത് ചെയ്യണം, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പഠനവും കൂടുതലായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ ഓർമ്മയുണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അത് എക്സാമിൽ അതിനുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ക്ലാസ്സിൻ്റെ നോട്ട്സ് തൊട്ടപ്പുറത്ത് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ആ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്യാം ആ ക്ലാസ്സിൻ്റെ നോട്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എഫിഷ്യൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ താഴെ പോയി എല്ലാ വീഡിയോസിൻ്റെ താഴെ പോയി അവസാനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒറ്റയടിക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്താലുള്ള ഗുണം എന്താണ്, അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ മൊത്തം ക്ലാസ്സിൻ്റെ കിട്ടും. നിങ്ങൾക്ക് നോട്ട് മേക്കിങ്ങിന് ഏറ്റവും യൂസ്ഫുൾ അതായിരിക്കും. പിന്നെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ, പ്രിഫറബിളി നിങ്ങൾ എല്ലാവരും നോട്ട് ഉണ്ടാക്കണം. നോട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ഇവിടെ വൈഫൈ കുറവാണ്, പക്ഷേ കേട്ടോ ഡൗൺലോഡ് ചെയ്യുക, ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നോട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഈ കംപ്ലീറ്റ് നോട്ട്സിൽ ഇത് ഫുള്ളായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് മുതലുള്ള നോട്ട്സ് മൊത്തത്തിലുണ്ടാവും. 1, 2, 3, 4 ഫുൾ നോട്ട്സ്, ഈ ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ട്സ് എന്താണ് ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ മക്കളെ, സെറ്റാണല്ലോ. ഓക്കെ, റിവൈസ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിനറിൻ്റെ കാര്യത്തിൽ, ക്ലാസ് കാണേണ്ട കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുകൂടാതെ വർക്ക്ഷീറ്റ്, പല കാര്യങ്ങളും പ്രീവിയസ് ഇയറിൻ്റെ വീഡിയോ ക്വസ്റ്റ്യൻസും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ മറ്റൊരു വീഡിയോ പറഞ്ഞുതരാം. പക്ഷേ ബേസിക്കലി ലേണിംഗ് വീഡിയോസ് ഉപയോഗിച്ചിട്ട് ക്ലാസ് കാണേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറേ ഒന്നും മനസ്സിലാക്കാനൊന്നുമില്ല. പക്ഷേ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആക്റ്റീവ്ലി ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. മാക്സിമം സന്ദർഭങ്ങളിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കണം എന്തായിരിക്കും ആ ടീച്ചർ പറയാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ പഠിക്കണം, മാക്സിമം ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു വീഡിയോ പോലും ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വീഡിയോ ഇല്ല. എല്ലാ വീഡിയോ ഇൻക്ലൂഡിങ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് കൂടുതൽ കുറവ് എന്നുള്ള കാര്യങ്ങളുടെ ചർച്ച നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയുടെ സമയത്താണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് പഠിക്കുന്ന സമയത്തല്ല. പഠിക്കുമ്പോൾ എല്ലാം തന്നെ പഠിക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിന്യാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യരുത്. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീടുള്ള വീഡിയോയിൽ ചർച്ച ചെയ്യാം. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന മക്കളെ, ബൈ ആൻഡ് ടേക്ക് കെയർ.